ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ, ഞാൻ നാളെ നാട്ടിലോട്ട് പോവുകയാണ്. സോ അപ്പോൾ അതിനെ പറ്റിയുള്ള വിശേഷങ്ങൾ ഒരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്കിവിടെ ഭയങ്കര വെയിലായതുകൊണ്ട് എനിക്ക് സ്ക്രീനിൽ എന്നെ കാണാൻ പറ്റുന്നില്ല ഗായ്സ്. നാളെ ഈവനിങ് ആണ് ഫ്ലൈറ്റ്. സോ അതിന് മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഞാനൊരു വ്ളോഗായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. നാട്ടിൽ പോകുന്നതിന് വലിയ ഷോപ്പിംഗ് ഒന്നുമില്ല. എന്ന് വെച്ചാൽ 2 വീക്സ് മുന്നേ ഉമ്മിച്ച് നാട്ടിൽ പോയതേ ഉള്ളൂ. പിന്നെ ബ്രദറും ഉപ്പായൊക്കെ വന്നിട്ട് പോയിട്ട് 1 മന്ത് ആവുന്നേ ഉള്ളൂ. അപ്പം ഒത്തിരി സംഭവങ്ങൾ നമുക്ക് ഷോപ്പ് ചെയ്യാനൊന്നുമില്ല. കുട്ടി കുട്ടി കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വ്ളോഗിൽ ഉൾപ്പെടുത്താം. പിന്നെ ഞാനിപ്പോൾ നഴ്സറിയിലോട്ട് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിൽ എപ്പോഴും നമ്മുടെ ഫ്രണ്ടിലായിട്ട് ഈത്തപ്പഴം നിൽപ്പുണ്ട് ഗായ്സ്. അപ്പോൾ ഞാൻ വിചാരിച്ചു അതൊരു കൊല പിച്ചിക്കൊണ്ട് വീട്ടിൽ കൊണ്ട് കൊടുക്കാമെന്ന്. അപ്പോൾ എനിക്ക് പേടിയാവുന്നു, ആരെങ്കിലും കണ്ടാൽ എന്നെ പിടിച്ചടിക്കുമോ. പക്ഷെ ഇല്ല, വഴി നിൽക്കുന്നതാ, ആളുകളൊക്കെ പിച്ചിക്കൊണ്ടു എന്നൊക്കെ ഞാൻ കാണുന്നതാണ്. സോ ഞാൻ പിച്ചിട്ട് കാണിച്ചു തരാവേ. ഇതാണിത്, നല്ല താഴെ നിൽക്കുവാണ്. നമുക്ക് ഞാനത് പിച്ചാനായിട്ട് കത്രികയൊക്കെ കൊണ്ടാണ് ഗായ്സ് വന്നത്. എന്തേ ഒരു കൊലയൊന്നും പിച്ചാൻ പറ്റിയില്ല. ഒരു 3-4 ഇത് ഞാൻ പിച്ചെടുത്തിട്ടുണ്ട്. ഇത് പകുതി പഴുത്തിട്ടുണ്ട്. ബാക്കി നമുക്ക് കൊല്ലത്ത് കൊണ്ടുപോയി പഴുപ്പിക്കാം. അതെന്തുവാ എന്തോ ബനാന? നിങ്ങളുടെ തൃശ്ശൂരിലൊക്കെ ഇങ്ങനെയാണോ ബനാന? ആണോ? ആരെയാ മിസ് ചെയ്യുന്നേ? എന്റെ പേരെന്തുവാ? ജെന്നിഫറിനെയും മിസ് ചെയ്യും, നമ്മുടെ ടീച്ചറിനെയും മിസ് ചെയ്യും. കോട്ടയല്ലേ? തൃശ്ശൂർ. സോറി. കുട്ടിയാണ് നമുക്ക് ഇത്രയും നേരം വ്ലോഗ് എടുത്ത് തന്നുകൊണ്ടിരുന്നത്. പറ, മിസ് ചെയ്യൂന്ന് പറ. പറഞ്ഞു പറയിപ്പിക്കാതെ ഉള്ളീന്ന് പറ ജോഹാനെ. തൃശ്ശൂർക്കാരെല്ലാരും ഫോളോ ചെയ്യണോന്ന് പറ. തൃശ്ശൂർക്കാര് മിസ് ചെയ്യുന്നല്ല, തൃശ്ശൂർക്കാര് എല്ലാരും സബ്സ്ക്രൈബ്, ലൈക്ക്, ഷെയർ ഒക്കെ ചെയ്യണോന്ന് പറ. മോന്റെ നാട്ടുകാര് ഇയാള് നാളെ നാട്ടിലേക്ക് പോകണം. അപ്പൊ അതിന്റെ കുറെ എയർപോർട്ട് വീഡിയോസും അങ്ങനത്തെ കുറെ വീഡിയോസ് ഒക്കെ വരുന്നതായിരിക്കും. അതിൽ ഞങ്ങൾ ഉണ്ടാവും, നിങ്ങൾ വിഷമിക്കണ്ട. ലഗേജ് എല്ലാം പാക്ക് ചെയ്തു. ഇപ്പൊ എയർപോർട്ടിലോട്ട് പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മൾ എയർപോർട്ടിലെത്തി. സെക്യൂരിറ്റി ചെക്കിങ് എല്ലാം കഴിഞ്ഞു. നമ്മൾ ഗേറ്റ് നോക്കി നടക്കുവാണ്. നമ്മൾ ഏതിലാണ് പോകുന്നതെന്ന് അറിയാമോ നിങ്ങൾക്ക്? നമ്മൾ എയർ ഇന്ത്യയിലാണ് പോകുന്നത്. ആ ടൈമിൽ വേറെ ഫ്ലൈറ്റുകളൊന്നും കണ്ടില്ല. അല്ല, എയർ ഇന്ത്യ പോയാൽ ഇപ്പം എന്താണ് കുഴപ്പം? ആർക്കാണ് എയർ ഇന്ത്യയിൽ പോകാൻ പേടി അല്ലേ? നമ്മുടെ ഗേറ്റ് D45 ആണ്. ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നു. അപ്പം എനിക്ക് എല്ലാവരോടും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റുമോ ഞാനൊരു ന്യൂ യൂട്യൂബർ ആണെന്ന്. നമ്മൾ നമ്മുടെ ഗേറ്റിൻ്റെ അടുത്തെത്തി. ഇവിടെ ഒന്നും ആരും ഇല്ലെന്ന് തോന്നുന്നു. നമുക്ക് വിശാലമായിട്ടിരുന്ന് വ്ളോഗ് എടുക്കാൻ പറ്റും എന്ന്. ഗേറ്റിൽ വന്ന് വെയിറ്റ് ചെയ്യാണ്. എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു, ഒന്നും നാട്ടിൽ പോകുന്ന സന്തോഷം കൊണ്ടൊന്നും പറയാൻ കിട്ടുന്നില്ല. എനിക്കൊരു 10:30, 11 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കും ട്രിവാൻഡ്രം എത്തുമെന്ന് കരുതുന്നു. അവിടൊരു സങ്കടം പറയാൻ വേണ്ടിയാണ് ഞാൻ ബോർഡിംഗ് പാസ് ഇട്ട് ഒരു സ്റ്റോറി ഒക്കെ ഇടാമെന്ന് വിചാരിച്ചു. അതെടുത്ത് നോക്കിയപ്പോൾ ഇത് ഫുള്ള് കുത്തി വരച്ച് വെച്ചേക്കുന്നു. ഇത് ഞാൻ എങ്ങനെ 4 പേര് കാണാൻ എടുത്ത സ്റ്റോറി ഇടാനാണ്? എപ്പോഴും വരയ്ക്കുന്ന കണക്കല്ല, കുറച്ച് കൂടുതൽ കുത്തി വരച്ച് വെച്ചിട്ടുണ്ട്. ഇതല്ല ഗൈസ് നമുക്ക് പോകേണ്ട ഫ്ലൈറ്റ്. നമുക്ക് പോകേണ്ട 1 കോടിയുടെ ഫ്ലൈറ്റ് വരുന്നതേ ഉള്ളൂ. ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവുകയാണ്. ഇവിടെ നല്ല വെട്ടമുണ്ട്. എനിക്ക് റീൽസ് ഒക്കെ എടുക്കാൻ തോന്നുന്നു ഗൈസ്. എൻ്റെ അടുത്ത് ആളുള്ളതുകൊണ്ട് എനിക്കൊന്നും അങ്ങോട്ട് സംസാരിക്കാൻ പറ്റുന്നില്ല. ഇനി കുറച്ച് നേരം കിടന്ന് ഉറങ്ങണം, അല്ലാതെ ഒന്നും ചെയ്യാനില്ല. വെറുതെ ഇരുന്ന് ബോറടിക്കും. അങ്ങനെ ഞാൻ
ഞാനൊരു 1.5 മണിക്കൂർ എന്തോ കിടന്നുറങ്ങി. ടെർബുലൻസ് സീറ്റ് ബെൽറ്റ് വെയർ ചെയ്യാൻ പറഞ്ഞ അനൗൺസ്മെൻറ്റ് വന്നപ്പോഴത്തേക്കും ഉണർന്നതാണ്. പിന്നെ ഞാൻ ഈ സംസാരിക്കുന്നതൊന്നും വീഡിയോയിൽ റെക്കോർഡായിട്ടില്ല. അടുത്തൊരു ഉമ്മ കിടന്നുറങ്ങുന്നുണ്ട്. അവർ ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നത് ശരിയല്ലോ, നമ്മൾ ബ്ലോഗറാണെന്ന് പറഞ്ഞ് നാട്ടുകാർക്ക് കിടന്നുറങ്ങണ്ടേ. ഹലോ ഗായ്സ്, നമ്മളങ്ങനെ ട്രിവാൻഡ്രത്ത് സേഫായി ലാൻഡ് ചെയ്തിരിക്കുകയാണ്. ഐ തിങ്ക് ഒരു 12:15 ഒക്കെ ആയിരുന്നു എന്ന് തോന്നുന്നു ടൈം പറഞ്ഞിരുന്നത്. നമ്മുടെ പൈലറ്റ് കുറച്ച് സ്പീഡായതുകൊണ്ട് നമുക്ക് ഒരു 15 മിനിറ്റ്സ് നേരത്തെ എത്താൻ പറ്റി. എനിക്ക് വിശക്കുന്നു. നമുക്ക് പുറത്തിറങ്ങിയ ഉടനെ എന്തെങ്കിലുമൊക്കെ കഴിക്കണം. ഇവിടെ ഒന്നും ആരുമില്ല, ആകെ 3-4 പേര് മാത്രമേ ഉള്ളൂ. ലഗേജ് കളക്ട് ചെയ്യാൻ അവിടെ ഫസ്റ്റ് വന്ന നമ്മളാണെങ്കിലും നമ്മുടെ ലഗേജ് വന്നത് ഏറ്റവും ലാസ്റ്റാണ്. നമ്മൾ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ്. ഹലോ ഗായ്സ്, എൻ്റെ വീട്ടുകാരൊന്നും ഞാനൊരു യൂട്യൂബറായ വിവരം അറിഞ്ഞില്ല. അവർ ഞാൻ റോഡിൽ നിന്ന് വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് പരസ്പരം നോക്കി ചിരിക്കുന്നു. ഇവരെല്ലാം ഞാൻ വ്ളോഗിൽ ഉൾപ്പെടുത്താം. നമ്മളിപ്പോൾ വിശന്ന് ഫുഡ് കഴിക്കാൻ വന്നു. നമ്മൾ ആറ്റിങ്ങിലുള്ള ഏതോ ഒരു റെസ്റ്റോറൻറ്റിലാണ് ഫുഡ് കഴിക്കാൻ കയറിയത്. ഉച്ചയാണെങ്കിൽ മോന് മാത്രം കറി വിളമ്പി കൊടുത്തോണ്ടിരിക്കുക. അപ്പം ഞാൻ പരാതി പറയുന്നുണ്ട്, ഗൾഫിൽ നിന്ന് വന്ന ഞാനാണ് എനിക്ക് വിളമ്പിത്തരാൻ. എൻ്റെ സങ്കടം കേട്ട് അടുത്തിരുന്ന മാമാണ് എനിക്ക് കറിയൊക്കെ എടുത്ത് തന്നത്. ഗൈസ്, ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവർക്ക് എന്താ തന്നെ ഇതൊക്കെ എടുത്ത് കഴിച്ചുകൂടെയെന്ന്. ഞാൻ വ്ളോഗ് എടുക്കുമല്ലേ. ഹലോ ഗായ്സ്, എനിക്ക് ഇന്നലെ ഞാനൊരു 12:30 ഒക്കെ ആയപ്പോഴത്തേക്കും വീട്ടിലെത്തിയായിരുന്നു. ഇന്നലെ എൻഡിങ് പറയാൻ പറ്റിയില്ല, വന്നിട്ട് പെട്ടെന്ന് കിടന്നങ്ങ് ഉറങ്ങി. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വ്ളോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അത്രയേ ഉള്ളൂ.